നേരം വരുമ്പോ കുറച്ച് ഏട്ടനെ കൊണ്ട് മടക്കിക്കും. യെസ്. അപ്പൊ നമ്മള് ഇനി ഇത് നോക്കാ. പിന്നെ കാശിക്കുട്ടിനോടന്ന് എന്തൊക്കെയോ പറഞ്ഞിടക്കുണ്ടെന്ന്. തമ്പായി വരും. ഈ ഓട്ടയിൽ കൂടിയൊക്കെ തമ്പായി വരും എന്നാണ് ഞാൻ പറഞ്ഞേക്കണേ പാപ്പ തിന്നാത്തപ്പ. മൈ ഗോഡ്, കാശിക്കുണ്ട് എന്തോ എടുത്ത അമ്മേനെ അറിഞ്ഞല്ല ഗൈസ്. ഇത് കാശിക്കുട്ടൻ ഇപ്പോ എന്റെ അടുത്തുനിന്ന് വാങ്ങാൻ വേണ്ടി വന്നേക്കാണ്. ഞാനിത് കൊണ്ടുപോയി സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് വരാം, അല്ലെങ്കിൽ ചെറുക്കനെല്ലാം കളയും ഗൈസ്. ഓക്കെ, അടിക്കില്ല അടിക്കില്ല അമ്മേനെ അടിക്കില്ല. വർത്താനം പറയണത് നിങ്ങൾക്ക് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് കാശിക്കുട്ടിന് ഒച്ചെടുക്കണത് കേട്ടാ. ഓക്കെ, ഇരിക്കുന്ന സംഭവം കണ്ടോ ഗൈസ്. ഇത് നമ്മൾ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു 3D ലുക്കുള്ള ഒരു ഡെക്കോറാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വോള് മുഴുവനും ഇതുപോലെ സെറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു സൈഡും ആ ഒരു സൈഡും നല്ല സൂപ്പർ ആയിരിക്കില്ലേ. ഞാൻ ഓരോ ട്രയാങ്കിൾ കാണല്ലേ, ഓരോ ട്രയാങ്കിളിന് ഓരോ A4 ഷീറ്റ് വെച്ച് എടുത്തേക്കണേ. ഒരു മാക്സിമം ഒരു 30 എണ്ണം ഒരു റോയില് 1 2 3 4 5 6 8 എണ്ണം വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 എത്രയും എടുത്തിട്ടുണ്ട്, കണക്കിൽ എത്ര മോശമാണ് ഗൈസ്. സോ ഇത്രയും ഒരു 10-30 എണ്ണം എടുത്തിട്ടുണ്ടാവുള്ളൂയിരിക്കും. അപ്പോൾ അത്രയും പേപ്പർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വോൾ ഡെക്കോറാണിത്. 3D ലുക്കുള്ളൊരു കണ്ടോ, ഇത് പേപ്പറാണ് ഗൈസ്. സോ കുട്ടികളൊക്കെ എത്താത്തോടത്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെ നിന്നോളും. കാശിക്കുട്ടിന് ഇത് എത്താൻ ചാൻസ് ഉണ്ട്, പക്ഷേ എങ്കിൽ അവൻ കളയില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. സോ ഈ ഒരു സാധനം എങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് A4 ഷീറ്റ് മാത്രം മതിയിട്ട്, പിന്നെ സാധാ ഏതെങ്കിലും ഒരു പശ, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പശ ഇതാണ്, നമ്മുടെ സാധാ ഫെവിക്കോൾ എടുത്താൽ മതി. സോ കാശിക്കുട്ടിൻ്റെ ചായക്കട ഇങ്ങനെ തന്നെ ഉണ്ടോയെന്ന് എല്ലാവരും ചോദിച്ചു. ഒരു പ്രശ്നമില്ല ഗൈസ്, ഇത് ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. മുകളിൽ വെച്ച് നമ്മൾ താഴേക്ക് എടുത്ത് വെച്ചു കാശിയുടെ ടീക്കറയുടെ ഒരു സംഭവം. പിന്നെ നമ്മളിതേ കണ്ട ഇതിവിടെ ഇരിപ്പുണ്ട്. നമ്മൾ അപ്പുറത്തെ റൂമിൽ നിന്ന് ഇവിടെ കൊണ്ട് വെച്ചെന്നുള്ളൂ. യാതൊരു കുഴപ്പമില്ല കേട്ടോ. അതേ ഉള്ളിൽ ചായയൊക്കെ വെക്കേണ്ട സാധനം ഉണ്ട്, അതൊക്കെ അവൻ എടുത്തുകൊണ്ട് പോയേക്കാണ്. സോ നമുക്കിത് ഉണ്ടാക്കണ എങ്ങനെയെന്നുള്ളത് കണ്ടു നോക്കാം. സോ ഗൈസ്, നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളത് കുറേ പേപ്പേഴ്സ് ഇതുപോലെ സ്ക്വയർ ആയിട്ട് കാശീൻ്റെ അടുത്ത് ഒരു പേപ്പർ കൊണ്ട് കാശിക്കൊണ്ട് നടന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഓക്കെ കൈ പിടിച്ചോ. അപ്പോൾ ഈ ഒരു സ്ക്വയർ പേപ്പറാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതുപോലെ മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ പേപ്പർ നമ്മൾ ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാ എവിടെ കാശിക്കുട്ടിന് ഇവിടെ പേപ്പർ എടുത്ത് മുറിച്ച് ബാക്കിയുള്ള ഭാഗത്തിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കിതെങ്ങനെ ഒരെണ്ണം സെറ്റാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം. ഒരെണ്ണം കാണിച്ചു തരാം. ഇവിടെയൊക്കെ മൊത്തം കൊളായി കിടക്കുകയാണ് ഗൈസ്. ഇതുപോലെ ഒരെണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. കാശി ഒച്ചെടുക്കണ എന്തിനാന്ന് മനസ്സിലായോ? കാശിക്കുട്ടനെ ഒച്ചെടുക്കണ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വർത്താനം പറയണത് നിങ്ങൾക്ക് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കാശിക്കുട്ടനെ ഒച്ചെടുക്കണത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇതുപോലെ ഞാൻ ഇവിടെ ഫോൺ വെക്കട്ടെ കേട്ടോ ഗൈസ്. സോ ഗൈസ്, നമ്മളിത് ഇതുപോലെ സ്ക്വയറിൽ ഇങ്ങനെ മുറിച്ചിട്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഇതിങ്ങനെ ഒന്ന് മടക്കാം. പിന്നെ നമ്മൾ ക്രോസ് ആയിട്ട് ഇപ്പുറത്തേക്കും മടക്കാം. അപ്പോൾ നമ്മൾ ഓരോ മടക്കണ ഫോൾഡ് ചെയ്യേണ്ട വശങ്ങളും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അഴിക്കേണ്ടി വരും. ജസ്റ്റ് സിമ്പിളാണ്. നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ പഠിച്ചിരിക്കും. സോ ഈ 2 ക്രോസ് മടക്കാം. പിന്നെ ഇതുപോലെ ഇങ്ങോട്ടേക്ക് മടക്കാം, ഈ ഒരു പോർഷനിലേക്ക് മടക്കാം. ഇനിയിപ്പോൾ ഇപ്പുറത്തേക്ക് കൂടി മടക്കാം, ഒരു പോർഷൻ കൂടി മടക്കാനുണ്ട്. അപ്പോൾ 4 വശത്തേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കാം. ഒരെണ്ണം ഇതുപോലെ കോണായിട്ട് മടക്കാം കേട്ടോ. ഈ 2 കോണ് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കാം. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓരോന്നും ഇതുപോലെ മടക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ വഞ്ചിയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് മടക്കൂലേ, അതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി വെക്കാം. സോ ഇതുപോലെ ഒന്ന് മടക്കാം. കറക്റ്റ് ആയിട്ട് മടക്കിയെടുക്കാം. ചെറിയൊരു ഡിഫറൻസ് വന്ന് ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഫിറ്റ് കണ്ടോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഇത് മടക്കണോണ്ട് മടക്കാം. അതുപോലെ തന്നെ ഇപ്പുറ സൈഡ് മടക്കാം കേട്ടോ. അപ്പോൾ 4 വശവും ഈ ഫോൾഡ് നമ്മൾ കറക്റ്റായിട്ട് മടക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ട്രയാങ്കിൾ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റ് അളവിൽ ഇതിൻ്റെ ഈ
ഫോൾഡൊക്കെ ഒന്ന് വരുത്തി വെക്കാം. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോൺ പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു കോൺ പോർഷൻ ഇതുപോലെ ഇങ്ങോട്ട് മടക്കാം. ജസ്റ്റ് ഇതുപോലെ മടക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു വശത്ത് ഈ ഒരു പാട് കേട്ടോ, ഈ ഒരു പാടുണ്ട്, ഇപ്പുറത്തെ ഒരു പാടുണ്ട്. സോ നമ്മൾ ഇങ്ങനെ കൈ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സെൻറ്ററിലേക്ക് ഇതുപോലെ ഒരു സ്ക്വയർ ഇങ്ങനെ ഇവിടെ വരും കണ്ടോ. അപ്പോൾ ഇതും ഒന്നും കൂടി ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതൊന്ന് ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്ത് ഇപ്പുറത്തേക്ക് മടക്കി വെക്കുക കണ്ടോ. അപ്പോൾ ഈ ഒരു സ്ക്വയർ ഇതിനകത്തേക്കായിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഈ നടുക്കിരിക്കുന്ന ഈ ഒരു നമ്മൾ മടക്കി അകത്ത് വെച്ചിട്ടില്ലേ, അത് അകത്തേക്ക് ശരി, അത് ഓക്കെ, അത് നമ്മൾ അകത്തേക്ക് ഇതുപോലെ മടക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു ഫോൾഡ് ഉള്ളതുകൊണ്ട് നമുക്ക് മടക്കാനായിട്ട് എളുപ്പമുണ്ടാവും. ഇതുപോലെ മടക്കി വെക്കാം. സോ സിമ്പിളാണ്, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ മടക്ക് ഇങ്ങാട്, ഈ മടക്ക് ഇങ്ങാട്, ഇത് ഇങ്ങാടും മടക്കാം. സോ നമ്മളുടെ ഇത് കണ്ടോ, ഇത് സെറ്റായിട്ടുണ്ട്. ട്രയാങ്കിൾ സെറ്റായിട്ടുണ്ട്. കാശിക്കൊണ്ട് ഇവിടെ തന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാവൂല. അപ്പം നമ്മളത് ഇവിടെ ഒരു പശ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. സംഭവം സെറ്റായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇതൊരു നമ്മുടെ A4 ഷീറ്റ് ആയതുകൊണ്ട് നമ്മൾ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഞെങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു ഫ്രെയിം പോലെ അല്ല, ഫ്രെയിം ഇതുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കുഴപ്പമില്ല. കാശിക്കുട്ടിൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ കൊണ്ടുവന്ന് തമ്പായി വരും. ഈ ഒട്ടേക്കൂടിയൊക്കെ തമ്പായി വരും എന്നാണ് ഞാൻ പറഞ്ഞേക്കണേ പാപ്പ തിന്നാത്തപ്പം. അപ്പം ഈ കിടക്കണത് ഫ്രണ്ടിലിട്ടേക്കണ ഫ്രണ്ടിൽ കിടക്കണ നമ്മുടെ സെറ്റിയുടെ കുഷ്യനാണ്, സീറ്റ് കിടക്കുകയാണ്. അത് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേക്കാണ്. അത് കൊണ്ടുവന്ന് ഈ മൂലക്ക് കൊണ്ടുവന്ന് ഇടാറാണ് കാശിയുടെ പതിവ്. സോ ഈ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു കട്ടിയുള്ള ഒരു പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് കുറേ നാൾ ലോങ് ലാസ്റ്റ് ചെയ്യും. നമ്മൾ മതിലേക്ക് പൊട്ടിക്കുകയാണെങ്കിൽ ചാർട്ടല്ല, ചാർട്ടിനേക്കാളും കൂടുതൽ കട്ടിയുള്ള വേറെ ടൈപ്പ് പേപ്പറുകളൊക്കെ കിട്ടും. ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടുമായിരിക്കും കേട്ടോ. ആ ഒരു ടൈപ്പ് നിങ്ങൾ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കാശിക്കുട്ടിനോടൊന്ന് എന്തൊക്കെയോ പറഞ്ഞോ. താഴേക്കാ നോക്കി ഇങ്ങോട്ട്. അവൻ എന്തൊക്കെയാ പറയണ്ടേ. സോ നമുക്ക് ഓക്കെ. അപ്പൊ നമ്മള് ഇനി ഇത് നോക്കാ. ഓക്കെ, ചെറുക്ക നോക്കാം. നിനക്കിതൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ അമ്മ. അപ്പോൾ ദേ നമ്മൾ ഇത്രയും മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവന് നമ്മൾ ഇനി ഇതുപോലെ മടക്കി എടുക്കണം. ഏട്ടൻ വരുമ്പോ കുറച്ച് ഏട്ടനെ കൊണ്ട് മടക്കിക്കും. യെസ്, ചാടിക്കോ. കാശി താഴേക്ക് ചാടണം കണ്ടോ ഗൈസ്. ചാടിക്കോ വേഗം ചാടിക്കോ. മതി. കാച്ചി കളിപ്പാട്ടമൊക്കെ വാരിട്ടണേ എല്ലാവരും കാണട്ടെ. ഇവിടെയൊക്കെ മുറിയൊക്കെ കൊളാക്കിയിട്ടേക്കണം. ഞാൻ ഇതേ ഇത് കണ്ടോ, ടേബിളൊക്കെ മറിച്ചിട്ടിട്ടുണ്ട്. സോ നമുക്കിത് മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ തെർമോക്കോളിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കുക മാത്രം ചെയ്താൽ മതി. സോ നമുക്ക് നമ്മുടെ വോളിലേക്ക് ഇത് സൂപ്പർ ഈസി ആയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ താഴെ വെക്കാനായിട്ട്, അതായത് ഒരു ബേസ് വെക്കാൻ വേണ്ടി എടുത്തേക്കണ ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു തെർമോക്കോളിൻ്റെ ഒരു ഷീറ്റാണ്. ഒട്ടും കട്ടിയില്ല കേട്ടോ, ഒട്ടും കട്ടിയില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു 1 ഇയറോ മാക്സിമം ഒരു 2 ഇയർ ഒക്കെ ചിലപ്പോൾ കാണുള്ളൂ ഉണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് സെറ്റ് ചെയ്ത് വെക്കണല്ലോ. നമുക്ക് കിട്ടുന്ന ആക്രി സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓരോ സാധനം ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സോ നമുക്ക് പേപ്പറും വെറുതെ കിട്ടിയാണ്. അപ്പോൾ പശ വെച്ചിട്ട് മാത്രമാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കണേ. പിന്നെ നമ്മുടെ സമയം ഓക്കെ, നമ്മുടെ എഫേർട്ടാണ് ചെയ്യുന്നത്. കാശിക്കുട്ടിന് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. കാശിക്കുട്ടിന് ഇവിടെ കിടക്കണുണ്ടേ. സോ പറയാ കാശി കൈ മുട്ടിയിട്ടാണ് കാശിക്കുട്ടിന് ഇങ്ങനെ ഇവിടെ കിടക്കണേ ഗൈസ്. കാശിക്കുട്ടിൻ്റെ കൈ മുട്ടിയായിരുന്നു ഇത് കണ്ണാടിയിൽ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കൈ മുട്ടിയത്. സോ നമ്മൾ ഈ ഒരു തെർമോക്കോളിലേക്കാണ് ഇത് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. സോ നമ്മളത് വീടിൻ്റെ ഫ്രണ്ടിലെ വോളിലേക്കാണ് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലുള്ള വോളിൽ നമ്മൾ ഓൾറെഡി ഓ മൈ ഗോഡ്, കാശിക്കുട്ടിന് എന്തോ എടുത്ത അമ്മേനെ എറിഞ്ഞല്ല.
ഗൈസ് ഇത് കാശിക്കുട്ടൻ ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങാൻ വേണ്ടി വന്നേക്കാണ്. ഞാനിത് കൊണ്ടുപോയി സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് വരാം, അല്ലെങ്കിൽ ചെറുക്കനെല്ലാം കളയും ഗൈസ്. ഓക്കെ, അടിക്കില്ല അടിക്കില്ല അമ്മേ അടിക്കില്ല. എന്തുകൊണ്ട് അടിക്കണേ? ബാഡ് ബോയ് ആണ് കാശി. മതി മതി, ഞാൻ വീഡിയോ എടുക്കള്ള. കൊറേ ഉണ്ടാക്കി കഴിഞ്ഞാ ഇനി നമുക്ക് ഒട്ടിക്കണ്ടേ? ഓക്കെ, അപ്പൊ നമ്മളിത് ഇതുപോലെ കുറച്ചുണ്ടാക്കി എടുത്തിട്ടുണ്ട്, കണ്ടോ? സോ നമ്മൾ കാശിക്കുട്ടിന് ഉറങ്ങുവാണ്. ആ ഒരു സമയത്ത് വേഗം തന്നെ നമ്മുടെ തെർമോക്കോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബാക്കിലേക്ക്, തെർമോക്കോളിൻ്റെ ബാക്കിലേക്ക് നമ്മൾ ഡബിൾ ടേപ്പ് സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മൾ ബോളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയേക്കണ ആ ക്യൂബ്, ട്രയാങ്കിളിൻ്റെ ക്യൂബ്സൊക്കെ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ പുറകിൽ ഡബിൾ ടേപ്പ്, ഇങ്ങനെ നൈസായിട്ടുള്ളൊരു ഡബിൾ ടേപ്പ് ഉണ്ട്, സെല്ലോ ടേപ്പ് പോലത്തെ, അത് ഒട്ടിച്ച് നോക്കി. പക്ഷെ അത് ഇരിക്കണില്ല. പിന്നെ ഞാൻ ഫെവിക്കോൾ തന്നെ എടുത്ത് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കണം, ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പിടിക്കുക. അപ്പോൾ തന്നെ വേഗം ഒട്ടിക്കോളൂ കേട്ടോ. സോ ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഭാഗം ഗ്യാപ്പ് ഉണ്ട്, വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്ത് പുറത്തേക്ക് കുറച്ച് തള്ളി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ആക്കി കൊടുത്തോട്ടോ. തെർമോക്കോളിൻ്റെ പുറത്തേക്ക് ഇതുപോലെ തള്ളി നിൽക്കുന്നുണ്ട്. ഹാഫ് പോർഷൻ തെർമോക്കോൾ മുട്ടി പിടിച്ചേക്കാണ്. പിന്നെ താഴ്വശത്ത് ഇതുപോലെ ഒരു ഭാഗം ഉണ്ടായി, അത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കത്തി വെച്ചിട്ട് എന്നിട്ട് അതൊക്കെ തൂത്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ നമ്മൾ എന്തായാലും നാട്ടിൽ ഇങ്ങനെയുള്ള പേപ്പറുകളൊന്നും വലിച്ചെറിഞ്ഞ് കളയില്ല. അറബികളൊക്കെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ ഇച്ചിരി ഇങ്ങനെ ചീത്തായിട്ട് ഇത് എന്തിനാണ് കളഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ വൈറ്റ് പേപ്പേഴ്സ് വെച്ചിട്ട് ഇനിയുള്ള ഡെക്കോസ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒരാൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.